നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചു. 2 ഫോറൻസിക് വിദഗ്ധരെ വിസ്തരിക്കാൻ അനുമതി തേടിയാണ് സുനി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ബാലു, ഇത് ഏതൊരു സാഹചര്യത്തിലാണ് പൾസർ സുനി സുപ്രീം കോടതിയെ ഈ ഒരു ആവശ്യവുമായി സമീപിക്കാനിടയായത്? സന്ധ്യ, ഈ നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷികളായ 2 ഫോറൻസിക് വിദഗ്ധരെ വിസ്തരിക്കാൻ അനുമതി തേടിയാണ് പൾസർ സുനി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിലെ 112, 183 സാക്ഷികളെ തിരിച്ചു വിളിച്ച് വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുനി സുപ്രീം കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. സാമ്പിളുകൾ ശേഖരിച്ച ഡോക്ടർ അതുപോലെ തന്നെ ഫോറൻസിക് ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരെയാണ് വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ഈ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ തന്നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ സാക്ഷികളെന്നും ഇവരെ വിസ്തരിക്കുന്ന സമയത്ത് താൻ ജയിലിലായിരുന്നുവെന്നും അതിനാൽ ആ സാഹചര്യത്തിൽ തന്റെ അഭിഭാഷകനോട് കാര്യങ്ങൾ സംസാരിക്കാനായില്ലെന്നുമായിരുന്നു പൾസർ സുനി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പൾസർ സുനിയുടെ ഈ ആവശ്യം നേരത്തെ ഹൈക്കോടതിയും വിചാരണ കോടതിയും തള്ളിയിരുന്നു. കാരണം കേസിലെ നടപടികൾ അനന്തമായി വൈകിപ്പിക്കുന്നതിനാണ് പൾസർ സുനി ഇത്തരം ഒരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഏതായാലും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതി ഈ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ കേസിന്റെ വിചാരണ നടപടികൾ വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത. പക്ഷേ കോടതി അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. നേരത്തെ 2 കോടതികൾ ഈ ആവശ്യം നിരാകരിച്ചിരുന്നു. സന്ധ്യ.